അവിടെയും കൂടെ അതറിയാം. പൊതുമരാമത്ത് ടൂറിസം വകുപ്പിന്റെ സെക്രട്ടറി ശ്രീ ബിജു IAS ഇതിനകത്ത് എനിക്കൊപ്പം ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോ ദില്ലിയിൽ ഇന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സന്ദർശിക്കുകയും പശ്ചാത്തല വികസന മേഖലയിൽ കേരളത്തിന് ശ്രീ നിതിൻ ഗഡ്കരി നൽകുന്ന പിന്തുണക്ക് പൊതുവെ നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ നിലവിലുള്ള പദ്ധതികളെ കുറിച്ചുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാടും ചില നിർദ്ദേശങ്ങളും പുതിയ പദ്ധതികൾ ലഭ്യമാകേണ്ടതിനെ കുറിച്ചുള്ള പ്രപ്പോസലുകളുമൊക്കെ തന്നെ പൊതുവെ സമർപ്പിക്കുകയുണ്ടായി. വളരെ പോസിറ്റീവായ മീറ്റിംഗ് ആണ് ഇന്ന് നടന്നിട്ടുള്ളത്. അതിൽ ഓരോന്നും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. NH 66 അത് നമുക്കൊക്കെ അറിയാം, ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതിയാണ്. NH 66ന്റെ റിവ്യൂ പൊതുവെ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ വന്നപ്പോൾ NH 66ന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അറിയിച്ചതാണ്. അതിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും കേന്ദ്ര സർക്കാരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പൊതുവെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ പരമാവധി ശ്രദ്ധിക്കാനുള്ള നിലപാടാണ് ശ്രീ നിതിൻ ഗഡ്കരി സ്വീകരിച്ചിട്ടുള്ളത്. NH 66 450-ലധികം കിലോമീറ്ററിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരു റിവ്യൂവിൽ അത് 444 സ്വാഭാവികമായും അതിനേക്കാൾ അധികം കിലോമീറ്റർ പ്രവൃത്തി പൊതുവെ പൂർത്തീകരിക്കപ്പെട്ടു. 16 റീച്ചുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് NH 66മായി ബന്ധപ്പെട്ടുള്ളത്. ഈ 16 റീച്ചുകളുടെ വിശദമായ റിവ്യൂ ഇന്നത്തെ യോഗത്തിലുണ്ടായി. NH 66ന്റെ പ്രവൃത്തി ചിലയിടങ്ങളിൽ കരാറുകാരുടെ അനാസ്ഥ കാരണം സാധ്യമാകുന്ന നിലയിലേക്കുള്ള വേഗതയിൽ പോകുന്നില്ല എന്ന അഭിപ്രായം നേരത്തെ തന്നെ അറിയിച്ചു. ഇത്തരം കരാറുകാർക്കെതിരെ കർക്കശ നിലപാട് സ്വീകരിക്കണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം. ഇത് ശ്രീ നിതിൻ ഗഡ്കരിയെ അറിയിച്ചിരുന്നു. പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ ചിലയിടത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. ആ എണ്ണം വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ചില റീച്ചുകളിൽ 3 ഇരട്ടി എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഇപ്പോഴും ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഞാൻ ഓരോ സ്ഥലം തൊട്ടുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരുപാട് സമയമെടുക്കും. അപ്പൊ NH 66ന്റെ മുഴുവൻ റീച്ചുകളും പൂർത്തീകരിക്കണം എന്ന് തന്നെയാണ്, മുഴുവൻ റീച്ചുകളും സമയബന്ധിതമായി പൂർത്തീകരിക്കണം എന്ന് തന്നെയാണ് ഇന്നത്തെ മീറ്റിംഗിൽ പൊതുവെ തീരുമാനിച്ചിട്ടുള്ളത്. ജനുവരി മാസം NH 66മായി ബന്ധപ്പെട്ട പൂർത്തീകരിക്കപ്പെട്ട റീച്ചുകളുടെ ഉദ്ഘാടനത്തിന് ശ്രീ നിതിൻ ഗഡ്കരി നേരിട്ട് കേരളത്തിൽ വരും. ജനുവരി മാസം തന്നെ പരമാവധി റീച്ചുകളുടെ പ്രവൃത്തി പൂർത്തീകരിക്കണം എന്നുള്ള നിലപാടാണ് ശ്രീ നിതിൻ ഗഡ്കരിക്കുള്ളത്. ചില റീച്ചുകളിൽ ഇനിയും സമയമെടുക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഡൽഹിയിൽ ഒരു അടിയന്തര യോഗം ഈ മുഴുവൻ റീച്ചുകളെയും കരാറുകാരെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും പൊതുമരാമത്ത്
വകുപ്പ് എന്നുള്ളതിൽ സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പിന്റെ സെക്രട്ടറിയെയും അതേപോലെ തന്നെ വിവിധ വകുപ്പുകളുടെ ഏകോപനവും പ്രശ്നവും മറ്റുമുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദില്ലിയിൽ ചേരാൻ ഇന്നത്തെ യോഗം പൊതുവെ തീരുമാനിച്ചിട്ടുണ്ട്. പ്രവർത്തികൾ വേഗത്തിലാക്കാൻ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം പ്രവർത്തികൾ മുന്നോട്ട് പോകാൻ ഇതേറെ സഹായിക്കും എന്നാണ് പൊതുവെ കരുതുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഈ നിർദ്ദേശങ്ങൾ പൊതുവെ അംഗീകരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതിന് അദ്ദേഹത്തോട് ശ്രീ നിതിൻ ഗഡ്കരിയോട് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. പ്രവൃത്തി പുരോഗതി നേരിട്ട് പരിശോധിക്കാനും അദ്ദേഹം ഈ ജനുവരി മാസത്തെ ഉപയോഗപ്പെടുത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. യോഗം ഉടനെ തന്നെ ഡേറ്റ് അദ്ദേഹം അറിയിക്കും. എനിക്ക് തോന്നുന്നു ഈ മാസം തന്നെ. അല്ല, അതിപ്പോ ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് മാക്സിമം തീർക്കണം എന്നുള്ളതാണ്. എത്രയാണോ തീരുന്നത് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. എന്നാൽ മാക്സിമം തന്നെ അതിന്റെ കാര്യങ്ങൾ തീർക്കണമെന്നാണ് അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാട്. പൂർത്തീകരിച്ച റീച്ചുകളുടെ ഉദ്ഘാടനം എന്തായാലും ജനുവരി മാസത്തിൽ പൂർത്തീകരിക്കും. ദേശീയപാത 66 മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ സർക്കാർ എടുക്കുന്ന പൊതു നിലപാടിനെ അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നുള്ളതാണ് എനിക്കിവിടെ ചൂണ്ടിക്കാട്ടാനുള്ളത്. അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങളിൽ ചില നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ സ്ഥലമേറ്റെടുക്കലിന്റെ ബാക്കി തുക ഏകദേശം 237 കോടി രൂപ വേവ് ഓഫ് ചെയ്യാനും അദ്ദേഹം ഇന്നത്തെ യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. NH66 ബന്ധപ്പെട്ട് എമൗണ്ട് 237 കോടി. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ തരാം, പിന്നീട് തരാം. NH66 ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ പ്രാദേശികമായിട്ടുണ്ട്. അത് DPR തയ്യാറാക്കുന്ന സമയത്ത് തന്നെ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നായിരുന്നു പൊതു നിലപാട്. സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട് നേരത്തെ അറിയിച്ചതാണ്. അദ്ദേഹത്തിനും അതിൽ വ്യത്യസ്തമായ അഭിപ്രായമില്ല. ചിലയിടത്ത് അണ്ടർപാസ് വേണം, ചിലയിടത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഫ്ലൈ ഓവറുകളുടെ ആവശ്യകതയുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പൊതുവെ സ്റ്റേറ്റ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ പൊതുവെ പരിശോധിച്ച് മുന്നോട്ട് പോകാം എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു സ്റ്റേറ്റ് ഹൈവേ ദേശീയപാത മുറിഞ്ഞു പോകുന്ന പ്രശ്നമുണ്ട്. അത് വളരെ റയർ കേസാണ്. ഇപ്പൊ കോഴിക്കോട് നഗരത്തിലെ സിറ്റി ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു റോഡ്, ആ റോഡ് പനാത്ത് താഴം നേതാജി നഗർ റോഡാണ്. ആ റോഡ് കോഴിക്കോട് നഗരത്തിൽ നിന്നും കോഴിക്കോട് മാവൂർ റോഡിൽ നിന്നും നേരിട്ട് നമുക്ക് നേരെ കുന്നമംഗലം വഴി വയനാട് തുരങ്കപാതയിൽ ഉൾപ്പെടെ എത്താൻ സൗകര്യപ്രദമാകുന്ന റോഡാണ്. ആ റോഡിന്റെ രണ്ട് ഭാഗവും മുറിഞ്ഞുപോയി. അതിന്റെ ഭാഗമായി അവിടെ ചില പ്രയാസങ്ങളുണ്ട്. DPR തയ്യാറാക്കുമ്പോഴേ വളരെ നേരത്തെ ശ്രദ്ധിക്കേണ്ട വിഷയമായിരുന്നു. അപ്പൊ അവിടെ ഒരു സംവിധാനം വേണ്ടതുണ്ട് എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞതിന്റെ ഭാഗമായി ഒരു എലിവേറ്റഡ് ഹൈവേ അവിടെ നിർമ്മിക്കുന്നതിന് ഫണ്ട് നൽകാൻ വേണ്ടി ശ്രീ നിതിൻ ഗഡ്കരി ഇന്ന് നിർദ്ദേശം നൽകി. അപ്പൊ അതിന്റെ മറ്റു കാര്യങ്ങൾ തുടർന്ന് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും എവിടെയൊക്കെ പരിഹരിക്കാൻ പറ്റുമോ അവിടെയൊക്കെ പരിഹരിച്ചു പോകാൻ സാധിക്കുന്ന സ്ഥിതി ഉണ്ടാകും. ഇതാണ് NH66 ബന്ധപ്പെട്ട് പൊതുവെ പറയാനുള്ളത്. പാലക്കാട്ട് നിന്നും കോഴിക്കോട് എത്താൻ ഇപ്പോ 130 കിലോമീറ്റർ ആണുള്ളതെങ്കിലും 4-5 മണിക്കൂറാണ് എടുക്കുക. വീതി കുറഞ്ഞ റോഡാണ്. നമുക്കറിയാം, മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ, മലപ്പുറം അങ്ങനെ വന്ന് പോകണം, ഒരുപാട് സമയമെടുക്കും. അതിനൊരു ആശ്വാസ പദ്ധതിയാണ് പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ. അതുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി ആരംഭിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. അത് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ തടസ്സങ്ങൾ നീക്കാൻ ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചു. ജനുവരി മാസം അദ്ദേഹം വരുമ്പോൾ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയുടെ ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം അദ്ദേഹം ഇന്ന് നൽകിയിരിക്കുകയാണ്. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രവൃത്തി വേഗത്തിൽ നടത്തിക്കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ പാലക്കാട്ട് നിന്ന് കോഴിക്കോട്ടേക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. ഒരു 2-3 മണിക്കൂർ ലാഭിക്കാനാണ്. ഇപ്പോ NH66 റീച്ച് പൂർത്തീകരിച്ചോടെ തന്നെ നിങ്ങൾ നോക്കൂ, ആ മാറ്റം കാണാൻ വേണ്ടി പറ്റും. ഇപ്പോ കോഴിക്കോട് വെങ്ങളത്ത് നിന്നും ഏകദേശം 10-100 കിലോമീറ്റർ സഞ്ചരിച്ച് മലപ്പുറം ജില്ലയുടെ ബൗണ്ടറി തൃശൂർ ജില്ലയിലേക്ക് കടക്കുന്നത് വരെ നമുക്ക് എത്ര വേഗത്തിൽ എത്താൻ പറ്റും. നേരത്തെ 4-5 മണിക്കൂർ എടുത്തത് ഇപ്പോ
1.5 മണിക്കൂർ കൊണ്ട് ആളുകൾക്ക് എത്തണം. ഒരു 4 മണിക്കൂറൊക്കെ ലാഭമാണ്. മാഹി ബൈപ്പാസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോ പശ്ചാത്തല വികസന മേഖലയിൽ ഈ മാറ്റം ഏറെ ജനങ്ങൾക്ക് ആശ്വാസമാണ്. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് വലിയ വിഷയമായി നിൽക്കുന്ന പ്രശ്നമാണ്. ഒരുപാട് സമയമെടുത്തിട്ടാണ് അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തത്. NH 866 പ്രവൃത്തിയുടെ എല്ലാ തടസ്സങ്ങളും നീക്കാനുള്ള കർക്കശ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ട് ചില ചെറിയ ചെറിയ തുരങ്കങ്ങൾ വേണം. ഒരു 10-15 ചെറിയ തുരങ്കം. ടോട്ടൽ അതിനൊരു 1 കിലോമീറ്റർ 2 കിലോമീറ്ററിന്റെ ഇടയിലുള്ള ലെങ്താണ്. പക്ഷെ ഒരു 10-15 തുരങ്കം ചെറുത് വരുമ്പം അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഈ റോഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജനങ്ങൾ സഹകരിച്ചു ഭൂവുടമകളൊക്കെ തന്നെ ഭൂമി നൽകി. അവരൊക്കെ ആകെ ആശങ്കയിലാണ്. ഒരു തരത്തിൽ ആശങ്കപ്പെടേണ്ട പ്രശ്നം വരുന്നില്ല. ഈ പദ്ധതി ഇല്ലാതാവുന്നില്ല. ഈ പദ്ധതി നടപ്പിലാക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും വേഗത്തിൽ നടത്തണം എന്ന് ഇന്നത്തെ മീറ്റിംഗ് തീരുമാനിച്ചു. കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് പാത NH 744 പ്രവൃത്തി തടസ്സങ്ങൾ നീക്കി പ്രവൃത്തി ഉദ്ഘാടനത്തിന് തയ്യാറാവാൻ ഇന്നത്തെ യോഗം തീരുമാനിച്ചു. അദ്ദേഹം അതിന് നിർദ്ദേശം NHAIക്ക് നൽകുകയും ചെയ്തു. നിലവിലുള്ള NH 744 റോഡ് വൺ ടൈം ഇംപ്രൂവ്മെന്റിൽ പ്രവൃത്തി നടത്താൻ പൊതുവെ തീരുമാനിച്ചു. അതിൽ കുറെ പാച്ച് വർക്കും കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് അടിയന്തരമായി പരിഹരിക്കാൻ തീരുമാനിച്ചു. ഇടമൺ കൊല്ലം റോഡ് പരിഷ്കരിച്ച DPR ഡിസംബറിൽ സമർപ്പിക്കാനാണ് പൊതുവെ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ബഹുമാന്യനായ നിതിൻ ഗഡ്കരിയുമായി നടത്തിയ ചർച്ചയിൽ വന്നിട്ടുള്ള കാര്യമാണ്. രാവിലെ ടൂറിസം വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്തിരുന്നു. ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെക്കാവത്തുമായി നടത്തിയ ചർച്ചയിൽ നേരത്തെ നമ്മളെടുത്ത് പരിശോധിച്ച ഒരു 700 കോടിയോളം രൂപയുടെ പ്രപ്പോസൽ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ 4 കൊല്ലത്തിനിടയിൽ 374 കോടി രൂപയുടെ 6 പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തിന് ലഭിച്ചു. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇത്രയധികം പദ്ധതികൾ ലഭ്യമായത് ആദ്യമായിട്ടാണ്. അതിന് ടൂറിസം വകുപ്പ് മന്ത്രിയും കേരളത്തെ നന്നായി അറിയുന്ന ചില ഉദ്യോഗസ്ഥർ ഇവിടെ ഡൽഹിയിലുണ്ട്. അവരെയും എന്തോ ചോദിക്കാൻ നമുക്ക് അവസാനം ചോദിക്കാം. അവരെയൊക്കെ പ്രത്യേകം ഇതിൽ ജനങ്ങൾക്ക് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. ഇപ്പൊ സാധ്യമാകുന്ന പദ്ധതികളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവുമാണ് പൊതുവെ ഈ 2 വകുപ്പുകളിലും നടത്തി വരുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ പശ്ചാത്തല വികസനത്തിന് വേണ്ടി വലിയ നിലപാട്, നിശ്ചയദാർഢ്യത്തോടുള്ള നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരിക്കലും നടക്കില്ലെന്ന് വരുന്ന പദ്ധതികൾ മാജിക് പോലെ കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്നതാണ്. അപ്പൊ ആദ്യം ഒരു കാര്യം പറയാം. നമ്മള് ഇത് ഈ വന്ന പർപ്പസിന് വേണ്ടി മാത്രമുള്ള ചോദ്യത്തിന് ഞാനിപ്പോ ഒന്ന് ഉത്തരം പറയും. അതെന്ന് പറഞ്ഞാൽ 600 ചില്ലാൻ കിലോമീറ്റർ ആണ്. അപ്പൊ നോക്കി ഏകദേശം നമുക്കറിയാം. പെർസെന്റേജ് ഇപ്പൊ നോക്കുമ്പോ 600 ഇതിന്റെ എത്രയാണ് 400 ആ പെർസെന്റേജ് എന്ന് പറഞ്ഞെടുത്താൽ അപ്പൊ തന്നെ ഏകദേശം നോക്കിയാൽ മതി. മോർ ദാൻ 17 അടുത്ത് വരും. അത് കാൽക്കുലേറ്ററിൽ നോക്കിയോ? ജനുവരിയിൽ എത്രത്തോളമാണോ തീരുന്നത് അതിന്റെ അല്ല കാൽക്കുലേഷൻ പോലെ ആയിക്കൊള്ളുന്നില്ല. എന്നാലും നമ്മളൊരു ടാർഗറ്റ് ഇട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് വരും. കഴിഞ്ഞ തവണ മിനിസ്റ്റർ ഇവിടെ വന്നപ്പോൾ ഇതുപോലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് നമ്മൾ ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ ഈ വർഷ അവസാനത്തോടെ ഡിസംബർ 31 പൂർത്തിയാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ മഴയും അല്ലെങ്കിൽ ആ കൂരിയാട് പോലെയുള്ള പ്രശ്നങ്ങളാണോ ഇത് വൈകാനായിട്ടുള്ളത്? അല്ല അത് മാത്രമൊന്നുമല്ല. അതുപോലെ അത്രക്ക് വൈകി നമുക്ക് പറയാനും പറ്റില്ല. കാരണം ഇത്രയും കഴിഞ്ഞതിന് വലിയ കാര്യമില്ല. അതിനെ ശരിക്കും നമ്മൾ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്രയധികം കിലോമീറ്റർ കഴിഞ്ഞു. എന്നാൽ ചിലയിടത്ത് കുറച്ചുകൂടി വേഗത്തിലാവേണ്ടതായിട്ടുണ്ട്. അതിനെ കർക്കശ നിലപാടെടുക്കണം. ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാതെ അതിന്റെ പ്രവൃത്തി വേഗത്തിലാക്കാൻ ഇടപെടണം എന്നുള്ളതാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അഭിപ്രായം. ഇത് ടോട്ടൽ എപ്പോൾ പൂർത്തിയാവും? ഞാൻ പൂർത്തീകരിക്കട്ടെ. അപ്പോ അതിനാണ് നമ്മള് ടോട്ടൽ ഈ സമയത്ത് തന്നെ തീർക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം. ഇന്നത്തെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരു ജനുവരി മാസത്തിൽ തന്നെ പരമാവധി ഇത് പൂർത്തീകരിക്കാനും ഇനി അതിന് പറ്റിയിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത മാസത്തോടുകൂടി ഇത് പൂർണ്ണമായിട്ടും ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കണം എന്നാണ്. പക്ഷെ ഈ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത് ജനുവരി മാസം ഇത് ടോട്ടൽ തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ഈ കരാറുകാരുടെ ഭാഗത്തുനിന്ന് നിസ്സംഗതയുണ്ടോ ഈ പണി പൂർത്തീകരിക്കുന്നത്? അല്ല, കരാറുകാർ ചിലര് വലിയ നിലയിലേക്കുള്ള ഉഴപ്പലുണ്ട്. അത് ചെറിയ നിലയിലല്ല, വലിയ നിലയിലുണ്ട്. അവരെ കർക്കശ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അഭിപ്രായം. അത് അദ്ദേഹം പൊതുവെ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പൊതുവെ അത് അംഗീകരിച്ചു. ഞാൻ ഏതെങ്കിലും ഒരു കരാർ കമ്പനി
ആയിട്ട് മാത്രമല്ല പറയുന്നത്, ചില റീച്ചുകൾ അപ്പൊ നന്നായി വർക്ക് എടുത്തിയ കരാർ കമ്പനിയുണ്ട്, സമയബന്ധിതമായി ഷെഡ്യൂൾ പ്രകാരം പൂർത്തീകരിച്ച്. അപ്പോൾ അതിലൊന്നും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പാടില്ല, ശക്തമായ നിലപാട് സ്വീകരിക്കണം. എത്രയും വേഗത്തിൽ ഇത് യാഥാർത്ഥ്യമാക്കണം, ഇത് യാഥാർത്ഥ്യമാക്കി പോകണം. കാരണം കേരളത്തിൽ ഇത് നടക്കില്ലെന്ന് കരുതി 2014 പെട്ടി ഓഫീസൊക്കെ പൂട്ടിപ്പോയ പദ്ധതിയാണ്, ഓർക്കുണ്ടല്ലോ നിങ്ങൾ. അപ്പൊ അതും കൂടി ഒന്ന് പറയണം, വാർത്ത കൊടുക്കുമ്പോ ഒന്ന് കൊടുക്കുന്നതല്ലാണ്. അപ്പൊ ഞാൻ പൂർത്തീകരിക്കട്ടെ. അപ്പോ അതിൽ നിന്നും മാറി 2016 ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ വന്നതുകൊണ്ടാണ് പ്രശ്നം പരിഹരിച്ചതും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയപാത വികസനത്തിന് പണം ചെലവഴിച്ചു. ഇത് ഞാൻ എല്ലാ പത്രസമ്മേളനത്തിലും പറയും. കാരണം എന്താ വെച്ചാൽ അത് പറഞ്ഞു പോകേണ്ടതാണ്, അല്ലെങ്കിൽ മറന്നുപോകും. നിങ്ങൾ തന്നെ മറന്നുപോകില്ല, അത് മറക്കരുത്. 5600 കോടി രൂപയാണ് ചെലവഴിച്ചത്. ആ ഫണ്ട് പിന്നീട് കിഫ്ബി ഫണ്ടുകൾ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയതിന്റെ ഭാഗമായി ഡബിളായിരിക്കും. അത് ഇതിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റെന്തിനെങ്കിലും പണം എടുക്കുന്നത് ഇല്ലാണ്ടാവൂല. അപ്പൊ ഡബിളായി 12,000 കോടിയാണ് ചെലവഴിച്ചത്. ഓരോ ജില്ലക്കും ചെലവഴിച്ചതിന്റെ കണക്ക് വേറെ തന്നെയുണ്ട്. ഫണ്ട് ചെലവഴിച്ചു എന്നുള്ളത് മാത്രമല്ല ഇതിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാട്. ഭൂമി ഏറ്റെടുക്കൽ എന്തൊരു ക്രൈസിസ് ഉണ്ടാക്കാനാണ് സൃഷ്ടിച്ചത്. ആ പ്രതിസന്ധികളെയൊക്കെ തട്ടി മാറ്റി. ഏതൊക്കെ നിലയിലുള്ള സമരം ഉണ്ടായിരുന്നു ഒക്കെ മാറ്റി. ഭൂമി ഏറ്റെടുക്കൽ വിജയകരമായി പൂർത്തീകരിച്ചു. പിന്നെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ചെയ്യേണ്ട കാര്യങ്ങളില്ലേ, അത് വളരെ നന്നായി ചെയ്തില്ലേ. ഇന്നത്തെ മീറ്റിംഗിലും അദ്ദേഹം പറഞ്ഞു, മറ്റു സ്റ്റേറ്റിനെ എടുത്തു നോക്കിയാൽ ഇത്രയേറെ ജനസാന്ദ്രത നിറഞ്ഞൊരു സംസ്ഥാനമായിട്ട് പോലും ഇതിന്റെ പ്രവൃത്തി നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സ്റ്റേറ്റ് ഗവൺമെന്റ് ചേർന്ന് നിന്ന് നടത്തുന്ന ഇടപെടലിനെ അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു. ഞങ്ങള് എവിടെയെങ്കിലും ചെറിയൊരു വിഷയം വരുമ്പോൾ ചാടി വീണ് NHAയോ കേന്ദ്ര ഗവൺമെന്റിനെയോ കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ ചിലരെ പരാതി. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഒരു പ്രശ്നമില്ലാതെ നമ്മൾ ഒരു വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് സർക്കാർ നിലപാട്. എന്നാൽ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെയാണോ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ആ നിലയിൽ ശ്രദ്ധയിൽപ്പെടുത്തി. അത് പരസ്യ പ്രകടനം അല്ലാതെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട നിലയിൽ യോഗങ്ങളിലും അല്ലെങ്കിൽ നേരിട്ടും ഒക്കെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തി. അത് ഇനിയും തുടരും. അത് തുടരാൻ സർക്കാരിനെ, സ്റ്റേറ്റ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി പൂർത്തീകരിക്കുക എന്നുള്ളത് നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ്. അത് ഏറെക്കുറെ അതിന്റെ എല്ലാ അറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പദ്ധതി യാഥാർത്ഥ്യം. ഈ 16 റീച്ചുകളിൽ ഏത് റീച്ചുകളാണ് തൊഴിലാളികളില്ലാത്തതുകൊണ്ട് പണി ഉഴപ്പുന്നത്? ഉദാഹരണത്തിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാസർഗോഡ് ജില്ലയിൽ തുടങ്ങി തളിപ്പറമ്പ് വരെയുള്ള റീച്ച്, വടകര, നമ്മുടെ വടകരയിൽ അഴിയൂര് മുതൽ വെങ്ങളം വരെയുള്ള റീച്ച്, തിരുവനന്തപുരത്തെ റീച്ച്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ തുടർച്ചയായി ഇടപെടുക. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള റീച്ചിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. മുഖ്യമന്ത്രി തന്നെ യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗത്തിലെടുത്തൊരു തീരുമാനം 44 കിലോമീറ്ററാണ് 4ആയി തിരിക്കുക. 10 കിലോമീറ്റർ 10 കിലോമീറ്റർ എന്നുള്ള നിലയിൽ 4ആയി തിരിക്കുക. 4നും വേണ്ട തൊഴിലാളികളെ നോക്കി, ഉദ്യോഗസ്ഥരെ നോക്കി കൃത്യമായി അങ്ങനെ വർക്ക് മോണിറ്റർ ചെയ്യാൻ തീരുമാനിച്ചു. ഈ 3 മാസം കൊണ്ട് 2 മാസം കൊണ്ട് അതിന്റെ മാറ്റം അവിടെ കാണാനുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളിടത്തും ചെയ്യണമെന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇന്ന് അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം അത് അംഗീകരിച്ചു. ബാക്കിയുള്ളിടത്തും ആ നിലയിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മള് ഒരാഴ്ച മുമ്പ് കോഴിക്കോട് കലക്ടറേറ്റിൽ NHAയുടെ കേരളത്തിന്റെ തലവൻ ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്ത യോഗത്തിൽ ഞങ്ങൾ പരിശോധിച്ച് എങ്ങനെയാണ് ഈ 10 കിലോമീറ്റർ വർക്കിന്റെ പെർസെന്റേജ് ആണ്. ഈ 10 കിലോമീറ്റർ ആയി തിരിച്ച വർക്കിന്റെ പെർസെന്റേജ് എത്ര തീർന്നു, അതെല്ലാം 2 ആഴ്ചയിൽ പരിശോധിക്കുകയാണ്. അപ്പൊ അത്രയും ചെറിയ ഭാഗമാണ്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനാവും. ചിലയിടത്ത് പാലം വേണ്ടി വരും, ചിലയിടത്ത് മറ്റു ചില വിഷയങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് പരിഹരിക്കാൻ ഏകോപനം വേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള പരിശോധനയിൽ നടത്തി ചില്ലറ പണിയല്ല ഇതിൽ നടക്കുന്നത്. അത് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഫോളോ അപ്പ് തുടർച്ചയായി നടക്കുകയും ഒരു റീച്ചിനെ തന്നെ 4ഉം 5ഉമായി വിഭജിച്ച് അതിനെ മൈന്യൂട്ടായി പരിശോധിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി കാര്യങ്ങൾ കുറെ കൂടി നന്നായി മുന്നോട്ട് പോകും. ഇത് കഴിഞ്ഞു എന്നിട്ടൊപ്പം അല്ല, അത് നമ്മൾ പൊതുവെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നിയമപരമല്ലാത്ത ഒരു കാര്യത്തെയും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇപ്പൊ കോടതിയുടെ മുമ്പിൽ വിഷയമുണ്ടല്ലോ, കോടതിയുടെ മുമ്പിൽ വിഷയമുണ്ട്. തിരുവനന്തപുരം വിഴിഞ്ഞം തുറന്ന നാവായിക്കുളം പാതയുടെ കാര്യത്തിൽ അതിലെന്തെങ്കിലും ഒരു അതാണ് ഇപ്പൊ പറഞ്ഞ റോഡ്, ഔട്ടർ റിംഗ് റോഡ്. അതെ. അതിൽ കുറച്ച് വിഷയങ്ങളുണ്ട്. അപ്പൊ ചെറിയ ചെറിയ തുരങ്കങ്ങളായി
ഒരു കിലോമീറ്റർ 1.25 കിലോമീറ്റർ ആയിട്ടാണ് അതിന്റെ ഒരു വിവിധ തുരങ്ങൾ 15ന്റെ അടുത്തുണ്ട്. അത് ടോട്ടൽ കിലോമീറ്റർ ആണ് പറയുന്നത്. അത് വെച്ചുകൊണ്ട് അത് പരിഹരിച്ചു പോകണം. ഭൂവുടമകൾ ഭൂമി നൽകിയതൊക്കെ ചെറിയ പ്രയാസമാണ്. അത് ഒരു പ്രയാസം വേണ്ട, പദ്ധതി ഉപേക്ഷിക്കപ്പെടില്ല. ആ പദ്ധതി നടപ്പിലാക്കാൻ എല്ലാ നിലയിലും മുന്നോട്ട് പോകണമെന്ന യോഗത്തിൽ തീരുമാനം വന്നിട്ടുണ്ട്. അതുപോലെ അതിന്റെ വർക്ക് ഇനോഗ്രേഷൻ ജനുവരിയിൽ നടത്തണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. 16 റീച്ചിൽ ഇപ്പൊ എത്ര എണ്ണം തീർന്നിട്ടുണ്ട്, ബാക്കിയുള്ളതിന്റെ സ്റ്റേറ്റസ് ഞാൻ തരാം ഫുള്ള് ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഡേറ്റ് സ്ട്രൈസ് ചെയ്തിട്ടുണ്ടോ? ജനുവരിയിൽ ഏത് ഡേറ്റ്? നമ്മളൊരു ഡേറ്റ് പറഞ്ഞില്ല, അദ്ദേഹം തരുന്ന ഡേറ്റിന് ഇനോഗ്രേഷൻ നടത്താം ജനുവരി. മിനിസ്റ്റർ, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒന്ന് ചോദിക്കുകയാണ്. അതായത് ഈ തൊഴിലാളികളുടെ കുറവും കരാറുകാരുടെ ചില ഇടങ്ങളിലെങ്കിലും അനാസ്ഥയാണോ നമ്മൾ ഈ പറഞ്ഞ തീയതിയിൽ നിന്ന് അല്പമെങ്കിലും മുമ്പോട്ട് പോകും? അതെ, കരാറുകാരുടെ ചില അനാസ്ഥ ചില പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ കർക്കശ നിലപാട് സ്വീകരിക്കണമെന്നാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് നിലപാട്. അത് പൊതുവെ അംഗീകരിച്ചു. അത് കഴിഞ്ഞ യോഗത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും നടന്നു എന്നുള്ളത് കൊണ്ടാണ് അതിൽ നിന്നും ഇവിടേക്ക് എത്തുമ്പോൾ കുറച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റി. മറ്റൊന്ന്, നിലവിലുള്ള ഈ ദേശീയപാതകളിൽ പലയിടത്തും ഈ തിരക്ക് അധികമാവുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും മേൽപ്പാലങ്ങൾ നിർമ്മിക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് മാറുന്നു. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭ പാലിയക്കര ടോൾ പ്ലാസ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഈ മുൻകൂട്ടി ഇതൊന്നും കാണാതെയുള്ള നിർമ്മാണങ്ങളുടെ പരിപാടി അധിക തുക വീണ്ടും ഒരു അല്ല, ഇതിൽ ഒരു കാര്യം അതോട് ചേർത്തില്ല. ഈ DPR പറഞ്ഞു, DPRന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊന്നും നമ്മൾ സംസ്ഥാന സർക്കാർ DPR വിഷയങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചിലയിടങ്ങളിൽ DPRമായി ബന്ധപ്പെട്ട് ചില ശ്രദ്ധക്കുറവ് വന്നിട്ടുണ്ട്. ഇത് ജനങ്ങളുമായിട്ട് കുറെ കൂടി ജനപ്രതിനിധികൾ പറയുന്നതൊക്കെ തന്നെ, ഗവൺമെന്റ് പറയുന്നതൊക്കെ തന്നെ കുറച്ചുകൂടി കേൾക്കണമായിരുന്നു. അതിപ്പോ മണ്ണെടുക്കലായാലും ഒക്കെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. കേരളത്തിന്റേതായ പ്രത്യേകതകൾ മനസ്സിലാക്കി ചില കാര്യങ്ങൾ ഇടപെടൽ നടത്തണം. അത് ചില ഇടങ്ങളിൽ നടത്താതെ പോയിട്ടുണ്ട്. പക്ഷെ അതിപ്പോ നമ്മളിപ്പോ ഈ കുറ്റപ്പെടുത്തി പോവുകയല്ല, കാര്യങ്ങൾ നന്നായി നടക്കണം, കാര്യങ്ങൾ യാഥാർത്ഥ്യമാകണം. അത് DPR തയ്യാറാക്കലും മറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് എന്താണോ പരിഹരിക്കപ്പെടേണ്ട ആവശ്യങ്ങൾ അത് പരിഹരിക്കപ്പെട്ടു പോകണം എന്നതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് നിലപാട്. NHA പക്ഷേ സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഈ പല ജംഗ്ഷനുകൾ സ്ഥാപിക്കേണ്ടി വന്നത്, 4 റോഡ് കൂടുന്ന ഇടങ്ങൾ നിർമ്മിക്കേണ്ടി വന്നത് അതായത് കോടതിന് മുമ്പായിട്ടല്ലോ. ഇപ്പൊ വരട്ടെ, നമുക്ക് നോക്കാം. ഇത് ഇത് കഴിഞ്ഞല്ലോ, റോഡ് കഴിഞ്ഞു. ഒരു കാര്യം, ഈ ബേപ്പൂർ മാത്തോട്ടം റോഡ് അതിനകത്ത് അല്ല, അത് സിറ്റി റോഡ്, ദേശീയപാതയല്ലേ. ദേശീയപാതയല്ല, സ്റ്റേറ്റിന്റെ പറയണ ഒരുപാട് പറയണ്ട. അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. കിഫ്ബി പദ്ധതി ഈ കോഴിക്കോട് എലിവേറ്റഡ് ഹൈവേയുടെ കാര്യത്തില് ഫണ്ടിന്റെ കാര്യത്തില് ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ് തരും. നമ്മൾ പ്രപ്പോസൽ കൊടുക്കണം. പക്ഷേ നമ്മള് അതിപ്പോ ഇനി വേണം കൊടുക്കാനായിട്ടോ? അതെ, അല്ല, ഇത് നാഷണൽ ഹൈവേന്റെ ഭാഗമായി വന്ന ആ റോഡ് ഇത് പോയതാണല്ലോ. അപ്പൊ ആദ്യം ഫണ്ട് തരാനുള്ള പ്രയാസമായിരുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചത്. കേന്ദ്ര കഴിഞ്ഞ ചർച്ചയിലൊക്കെ തന്നെ നമ്മളിതിപ്പോ കുറേ കാലമായിട്ട് ആവശ്യപ്പെടുന്നതാണ്. പക്ഷെ ഇന്ന് അദ്ദേഹം അംഗീകരിക്കാൻ ഇനി നമ്മൾ പുതുതായിട്ട് പ്രപ്പോസൽ കൊടുക്കുക. അതെ, അത് വേഗം കൊടുക്കാൻ. അതെവിടെയാണ് ക്രോസ് ചെയ്യുന്നത്? അത് നേരെ നമ്മുടെ ഈ പനാത്തതാഴം, നമ്മൾ ഈ കോട്ടൂളിൽ നിന്ന് വരുന്നില്ലേ, കോട്ടൂളി നേരെ ചേവരമ്പലം പോകുന്ന റോഡാണ്. ഒരു കാര്യം, 237 കോടി പൂർണ്ണമായിട്ട് എഴുതി തള്ളുകയാണോ അതോ അതിന്റെ ഡീറ്റെയിൽസ് തരാം. ഈ ഹൈവേയില് ഇപ്പൊ നാഷണൽ ഹൈവേ ഉദ്ഘാടനം ചെയ്യാണ്ട് 450 കിലോമീറ്റർ അതില് നിയന്ത്രണമുണ്ടോ? അപ്പൊ 450 അല്ലട്ടോ, അതിലും കൂടും. അതുപോട്ടെ, ഈ ബൈക്കുകൾക്ക് നിയന്ത്രണം അങ്ങനെ 450 ഇന്നിപ്പോ നമ്മളിവിടെ ഇരിക്കുമ്പോഴാണ്. കൂടിക്കോട്ടെ. ഓരോ നാളെ ഞാൻ അവിടെ എത്തുമ്പോ തന്നെ കൂടും. നാളെ എത്തുമ്പോ തന്നെ ചിലപ്പോ ചിലർ കൂടും, മറ്റന്നാൾ ഇത്തിരി കൂടും. ചിലർക്ക് കൂടുന്ന അങ്ങോട്ട് സഹിക്കില്ല. എങ്ങനെയല്ല കേട്ടോ, അതാണ് ഇതിന്റെ പ്രയാസം. കൂടിക്കോട്ടെ, നാട്ടിലെല്ലാവർക്കും ഗുണല്ലേ. ഇത് കൂടിക്കഴിഞ്ഞാൽ ഇതിൽ യാത്ര ചെയ്യുന്ന ഏതെങ്കിലും ഒരു മുന്നണിക്ക് വോട്ട് ചെയ്തവരാണ്, അല്ലെങ്കിൽ മുന്നണി പ്രവർത്തി എല്ലാവർക്കും യാത്ര ചെയ്യുന്നു. ഈ നാഷണൽ ഹൈവേയിലെ ഇപ്പോഴത്തെ എക്സ്പ്രസ് ഹൈവേയിലുള്ള നിയന്ത്രണങ്ങൾ എക്സ്പ്രസ് ഹൈവേ അല്ല, എക്സ്പ്രസ് ഹൈവേയാണല്ലോ കേരളത്തിലുള്ള. എക്സ്പ്രസ് ഹൈവേ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പഴയ നാഷണൽ ഹൈവേയിലെ നിയന്ത്രണങ്ങളുണ്ടോ? അതായത് 2 വീലേഴ്സിനും കാൽനട യാത്ര. അതൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, അത് അവര് പറയും. ബാക്കി ഇത് കഴിഞ്ഞോ? റോഡ് കഴിഞ്ഞോ? ദേശീയപാത കഴിഞ്ഞോ? അങ്ങോട്ട് പോയ പ്രശ്നമാണ്. അതല്ല, ഇടക്ക് റോഡ്, ഇടക്ക് ടൂറിസം, അങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെ എത്തൂല. അല്ല, ഒരു പൊതുവിഷയം ചോദിച്ചോട്ടെ. പൊതുവിഷയം അദ്ദേഹത്തിന് ജോലി നമ്മൾ പ്രയാസപ്പെടുത്തും. വളരെ നന്നായി ജോലി ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു വിഷയം വയനാട് പുനരധിവാസമാണ്. അപ്പൊ ഞാനിപ്പോ ഒരു മിഷൻ അതാണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടോ ചോദിച്ചല്ലേ. അതിപ്പോ CM ഉണ്ട്, ധനകാര്യമന്ത്രി ഉണ്ട്, അവരുള്ളപ്പോ അവര് പറയും.
അല്ല അതിനകത്ത് എന്തെങ്കിലും ഒരു ആശാവഹമായ ഒരു പുരോഗതി ഇല്ല, അത് അവര് പറഞ്ഞോട്ടെ. നമ്മളിപ്പോ ഏൽപ്പിച്ച പണി ചെയ്യാൻ ടൂറിസം വകുപ്പിൽ ഞാനത് പറഞ്ഞ നിങ്ങൾ തന്നെ വേറെ വർത്താനം പറയുന്നത് എന്തിനു വെറുതെ ഇങ്ങനെ കുഴപ്പമില്ല. നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ടൂറിസം അതിൽ കയറി അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ ശരിയാണോ വേണ്ടി വേണം ഒരു ചർച്ചയും നടത്തും രാത്രി. വെറുതെ എന്തിനാ വെറുതെ. ടൂറിസം വകുപ്പിൽ സഹായം കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിന് കേരളത്തിൽ നിന്നുള്ള ടൂറിസം മന്ത്രിക്ക് അതിൽ പങ്കുണ്ടോ, ക്രെഡിറ്റ് ഉണ്ടോ? അല്ല, ഞാനിപ്പോ അതിന്റെ ക്രെഡിറ്റ് അതിൽ ഇടപെടലുണ്ടോ എന്ന് നമ്മളെല്ലാരും കൂടി ജനങ്ങൾക്ക് അല്ല, അറിയാം. ഇത് എല്ലാരും ഒരുമിച്ചിട്ടാണ് നിൽക്കുന്നത്. സുരേഷ് ഗോപി ഉണ്ടായി. എല്ലാരും എല്ലാ മനുഷ്യരെയും ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട എല്ലാരും ഒന്നിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് ഇനി കോമ കുത്ത് ഞാൻ രാവിലെ പറഞ്ഞില്ല, അതിലേക്കൊന്നും അല്ല, ഇപ്പൊ ഇത്രയും വന്നല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒന്നിപ്പിക്കും. കേന്ദ്ര ഗവൺമെന്റിലെ ഈ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, ഉദ്യോഗസ്ഥർ, സാധ്യമാകുന്ന എല്ലാവരും നോക്കി നമുക്ക് ഫണ്ട് കിട്ടണം. അല്ല, പലപ്പോഴും നേതാക്കന്മാരും മന്ത്രിമാരും പറയുന്ന 2 കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ട് ഒരു ഗുണമില്ല. ഞാൻ അതിലേക്കൊന്നും അല്ല, കിടക്കില്ല. അതുകൊണ്ടാ ചോദിച്ചത്. ടൂറിസം വകുപ്പിൽ നിന്ന് ഫണ്ടുകൾ കിട്ടുന്നു. അപ്പം ഞാൻ ഇന്ന് ഗജേന്ദ്ര സിംഗ് ഷെഖാവത് ജിയെ കണ്ടു. അദ്ദേഹമായിട്ട് സംസാരിച്ചു. നേരത്തെ പ്രപ്പോസൽ കൊടുത്തിരുന്നു, ഇപ്പോഴും പ്രപ്പോസൽ കൊടുത്തു. നേരത്തെ പ്രപ്പോസൽ കൊടുത്തതിന് കുറെ അംഗീകാരം കിട്ടി, അത് കുറെ തീരുമാനം വന്നു, ആ നിലയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തിനാ ഇത് ചിലര് ഗുണാണ് ചിലര് ദോഷമാണ് എന്ന് പറയേണ്ട ഒരു സമയമില്ലല്ലോ. നാടിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല വിഷയം. നാടിനെ സംബന്ധിച്ചിടത്തോളം പുതിയ പദ്ധതി കിട്ടിയോ ഇല്ലേ എന്നുള്ളതാണ്. ബാക്കി കാര്യമൊക്കെ നാട് വിലയിരുത്തേണ്ട കാര്യങ്ങളാണ്. നമ്മൾ എന്തിനാണ് വെറുതെ അതിന്റെ ഒരു ക്രെഡിറ്റിലേക്ക് പോകുന്നത്? എല്ലാവരും ഒന്നിച്ചിരിക്കണ്ടേ? എല്ലാവരും ഒന്നിച്ചു നിന്ന് നമ്മള് ഓരോ സ്റ്റേറ്റിനും കിട്ടുന്ന ഫണ്ട് കണ്ടില്ലേ ടൂറിസത്തിൽ, അതുപോലെ നമുക്കും വാങ്ങിക്കൂടെ? അതൊരു കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കേരളത്തിലെ ടൂറിസം മേഖല ബജറ്റില്, കേന്ദ്ര ബജറ്റിൽ വരുമ്പോൾ കേരളത്തിലെ ടൂറിസത്തെ കാര്യമായി അവഗണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം മറ്റ് പല സ്റ്റേറ്റുകൾക്കും ഇഷ്ടംപോലെ പദ്ധതികൾ കൊടുക്കുമ്പോഴത്തേക്ക് കേരളത്തിൽ ഒരു പദ്ധതി പോലും കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ബജറ്റിൽ ഉണ്ടാകാറില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ് അതിനൊരു പ്രപ്പോസലോ അങ്ങനെ ബഡ്ജറ്റിൽ വന്ന ഫണ്ടല്ലല്ലോ ഇത് പറഞ്ഞത്. അല്ല, ഇത് കേന്ദ്ര പദ്ധതിയാണ്. അതെ. ബഡ്ജറ്റിൽ വന്ന ഞാൻ ഓരോന്നും എടുത്തു പറയണോ ഡീറ്റെയിൽസ് വെറുതെ? ബഡ്ജറ്റിൽ ഇത് ഓരോ പദ്ധതികൾ പ്രപ്പോസൽ വളരെ ഭംഗിയായി ഈ മേഖലയിലെ വിദഗ്ധരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് പല പ്രപ്പോസലും തയ്യാറാക്കി അതുകൊണ്ട് പ്രസന്റ് ചെയ്യണം. ആ പ്രസന്റേഷൻ കണ്ട ഫണ്ടല്ല എന്താ കൊടുക്കാൻ തയ്യാറാണ്. ആദ്യാതി പ്രസന്റേഷനാണ് അത്. കേരളത്തിന് എന്തായാലും കൊടുക്കേണ്ടതാണ് എന്ന് അവിടെ എല്ലാവരും പറയേണ്ടടുത്തേക്ക് എത്തിക്കും. അങ്ങനത്തെ ഡെസ്റ്റിനേഷൻസ് നമുക്കില്ലേ? ഈ ഫണ്ടൊക്കെ പല സ്ഥലത്തും പല സ്റ്റേറ്റിലും പല പദ്ധതിക്കും കൊടുത്ത ഫണ്ട് കൊടുത്ത സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ കേരളത്തിന് ഇത് പോരല്ലോ. ഇതിന്റെ എത്രയോ ഇരട്ടി ഇനിയും കിട്ടണ്ടേ? അതാണ് നമ്മളെ ആവശ്യം. അതാണ് ഞാൻ പറഞ്ഞത് 374 കോടി രൂപയുടെ 6 പദ്ധതിക്ക് കിട്ടിയപ്പോ അത് 700 കോടിയോളം രൂപയുടെ പദ്ധതിക്ക് കൊടുക്കും, ഇനിയും കൊടുക്കും. ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഇപ്പൊ നാഷണൽ ഹൈവേക്ക് വേണ്ടി ഇനിയും കുറെ പുതിയ പ്രപ്പോസല് നൽകുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഹൈക്കോട്ടെ നൽകാൻ പറഞ്ഞു. അപ്പൊ അതിലും കുറെ കിട്ടും. നമുക്ക് ഫണ്ട് മാക്സിമം വാങ്ങാനുള്ള ശ്രമം നടത്തുക. രാഷ്ട്രീയമായ പല കാര്യങ്ങളും എതിർപ്പുണ്ടാവും. കേന്ദ്ര സർക്കാരിന്റെ ചില അവഗണനക്കെതിരെ ശക്തമായ നിലപാടൊക്കെ ചെയ്യും. അതൊരു ഭാഗത്ത് നടക്കട്ടെ. പക്ഷെ ഒരു വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ടൂറിസം വകുപ്പിന് കേന്ദ്ര ടൂറിസം വകുപ്പിൽ നിന്ന് ലഭിക്കേണ്ട ഫണ്ട്, ആ ഫണ്ട് ലഭിക്കാൻ ഇടപെടണ്ടേ? ഇല്ല, അതിന്റെ വേണ്ട, അല്ല നിങ്ങളെ ഫണ്ട് വേണ്ട എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണോ? ശരിയല്ല. അത് സ്വീകരിച്ചു പോകുന്നു. അവിടെ ഇപ്പൊ ഒരു കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ ക്രെഡിറ്റോ ഒന്നിനും പ്രാധാന്യമില്ല. പിന്നെ അങ്ങനെ ഒരു ഘട്ടം വന്നാൽ എന്തെങ്കിലും അഭിപ്രായം പറയുന്ന ഘട്ടമൊക്കെ ഇപ്പൊ നിങ്ങൾ ഇതേപോലെ ആരോടെങ്കിലും ഇങ്ങനെ ചോദിച്ചു ഘട്ടം അപ്പൊ നമുക്ക് പറയുമ്പോൾ പറയും. ഇപ്പൊ ഒരു തർക്കത്തിന്റെ പ്രശ്നങ്ങളില്ല. ഇന്നലെ കോടതി പറഞ്ഞ പോലുള്ള ഒരു ചിറ്റമ്മമായി ഇല്ല സംസ്ഥാനത്ത്. അല്ല, നമ്മൾ അങ്ങനത്തെ ഒരു അഭിപ്രായത്തിൽ പറയുന്നില്ല. നിങ്ങൾ അന്വേഷിച്ചു നോക്കും ഓരോ സ്റ്റേറ്റിലും ടൂറിസത്തിന് കൊടുക്കുന്ന ഫണ്ട്. അപ്പൊ കേരളത്തിന് ഇത് മതിയോ? ഇതിപ്പോ 0 കയറിയതിനാണല്ലോ ഇപ്പൊ നമ്മളിപ്പോ പറയുന്നത് കിട്ടിപ്പോയിരുന്നു. അതന്നെ ഇപ്പൊ നിങ്ങളെ ഗവേഷണം നടത്തുന്നത് എന്താണ്? ഇത്ര കൊടുത്തതിന്റെ പിന്നിലുള്ള കുഴപ്പം നോക്കി ഇതും കൂടി കൈകാര്യം ചെയ്യാനുള്ള തോന്നിപ്പോകും. നിങ്ങൾ അങ്ങനെ ആവില്ല, തോന്നിപ്പോകും. യഥാർത്ഥത്തിൽ വലിയ സംഭവമാണോ കേരളത്തിന് ഇത്ര കിട്ടിയത്? ഇത് മതിയോ എന്നുള്ളതാണ്. ഇത് പോരാ, ഇനിയും വേണം. ഇനിയും പദ്ധതികൾ നമ്മൾ നൽകും, ഇനിയും ഫണ്ട് ലഭിക്കും. ഞാൻ പറഞ്ഞു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കേരളത്തോടുള്ള ഇഷ്ടം ഈ ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ധനവകുപ്പ് മന്ത്രിമാർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അല്ല, അതിലേക്കൊന്നും നമ്മൾ ഇപ്പൊ കിടക്കുന്നില്ല. ഇതൊക്കെ ഒരു വ്യക്തിപരമായി ഇഷ്ടോ അനിഷ്ടോ അല്ലല്ലോ ഒരു പ്രശ്നം. നയപരമായ പ്രശ്നമാണല്ലോ.
കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനോട് എന്തുകൊണ്ടാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ഒരു പല ഘട്ടങ്ങളിലും ചില സമീപനം സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ പൊളിറ്റിക്കലി ഡിസ്കസ് ചെയ്താണല്ലോ. ഇപ്പൊ അത് പറയേണ്ട സമയമല്ലല്ലോ. അതവിടെ നിൽക്കെ തന്നെ നമുക്ക് സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൂടെ? ഇപ്പൊ ഈ പഹൽഗാമിന് ശേഷം കേരളത്തിൽ ടൂറിസത്തിലെ വരവ് കൂടിയിട്ടുണ്ടോ അല്ലെ? അതൊക്കെ നല്ല കൂടുതലാണ്. നിങ്ങൾ കുറച്ചായി ഒന്ന് വന്നിട്ട് ഒന്ന് വന്നു നോക്കണം. ഡെസ്റ്റിനേഷനിലൊക്കെ ഭയങ്കര തിരക്കാ. ഒരു ട്രിപ്പ് അങ്ങോട്ട് അടിക്കണം. ഇപ്പം ആഭ്യന്തര സഞ്ചാരികൾ സർവകാല റെക്കോർഡായി. ഫോറിൻ ടൂറിസ്റ്റുകൾ നമ്മൾ നാഷണൽ ആവറേജ് എടുത്ത കേരളം എത്രയോ കയറിപ്പോയി. ഭയങ്കര ചേഞ്ച് വന്നു. നോർത്തേൺ ഡിസ്ട്രിക്റ്റുകളിൽ നേരത്തെ ഒരു 6% 100 പേര് വന്ന 6 പേരായിരുന്നു വരിക. അപ്പൊ മാറി വലിയ നിലയിൽ പെർസെന്റേജ് വർദ്ധിച്ചു. ഭയങ്കര ചേഞ്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊന്ന് നാട്ടിലൊക്കെ കൊല്ലത്ത് വിദേശ ടൂറിസ്റ്റിനെ ആക്രമിക്കപ്പെട്ട് ദേശീയ മാധ്യമങ്ങളും നാഷണൽ മാധ്യമങ്ങളും പോലും വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും വരാത്തുണ്ടെങ്കിൽ അവിടെയും കൂടി വരുത്താനാണ് ഈ ചോദ്യം. അതോടുകൂടി 4 ആൾ കൂടുതൽ കേരളത്തിലേക്ക് വരുമോ, 4 ആൾ വരവ് കുറയോ എന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. എത്രയോ വിദേശ സഞ്ചാരികൾ വന്ന് എന്റെ നാടിനേക്കാൾ എനിക്കിഷ്ടം കേരളമാണ്, എന്തൊരു നല്ല ജനങ്ങളാണ്, ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല, പോകുന്നവർ കരഞ്ഞിട്ടൊക്കെ പോയവരുണ്ട്. അതൊന്നും നമ്മൾ പറയണ്ട. അതൊക്കെയല്ലേ പറയണ്ട. ഇതിലെ ഈ കരാറുകാർ ഇത് പൂർത്തീകരിച്ചില്ലെങ്കിൽ അതില് ഈ അവർക്ക് പിഴ വരുന്ന രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് ശക്തമായ നിലപാട് അതിനെന്താണ് ചെയ്യുക? കർക്കശമായ നിലപാട് അത് ഇന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം അതിൽ നിലപാട് സ്വീകരിക്കും. അതായത് പിഴ മീറ്റിംഗ് വിളിക്കുന്നുണ്ടല്ലോ, അതിൽ അദ്ദേഹം പ്രഖ്യാപിക്കും. സ്വാഭാവികമായിട്ടും അല്ല, അതിന്റെ നടപടി അതിശക്തമായ നിലപാട് സ്വീകരിക്കും. അതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് അഭിപ്രായം. ഈ കമ്പനികളുടെ പേര് പരസ്യപ്പെടുത്തുന്നു. അതിശക്തമായ നിലപാട് സ്വീകരിക്കണം. അതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് അഭിപ്രായം. നിങ്ങൾ തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി റോഡ് ഭയങ്കര ചർച്ചയാക്കിയില്ലേ? ആദ്യത്തെ കരാറുകാരനെ നമ്മൾ കൈകാര്യം ചെയ്തറിയാലോ. അന്ന് കൈകാര്യം ചെയ്തപ്പോ ഇതിനിപ്പോ ഒരു കാലത്ത് നടക്കൂല എന്ന് പറഞ്ഞ് ഇപ്പൊ നടന്നില്ലേ? റോഡ് ഗംഭീരായില്ലേ? അതുപോലുള്ള നിലപാട് എടുക്കണം. കേരളത്തിൽ എടുത്ത് പരിശോധിച്ചാൽ പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, നല്ല നിലയിൽ ജോലി ചെയ്യുന്ന കരാറുകാരെ എല്ലാ നിലയിലും പ്രോത്സാഹിപ്പിക്കുന്നു. തെറ്റായ പ്രവണതകൾ പെട്ടുപോയവർക്കെതിരെ കർക്കശ നിലപാട് ചെയ്യും. കരിമ്പട്ടികപ്പെടുത്തിയവരെയും ഒക്കെ ഒരു ലിസ്റ്റുകൾ എടുത്തു നോക്കും. ഒരു ഘോഷയാത്രക്കുള്ള ആളുണ്ട്, അതുപോലെ കർക്കശ നിലപാട് ചെയ്യും. അല്ല, അത് അദ്ദേഹമാണല്ലോ കൈകാര്യം ചെയ്യും. അദ്ദേഹം സ്ട്രോങ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് അഭിപ്രായത്തോട് ഒപ്പാണ് അദ്ദേഹം ഒന്ന് നിലപാട് സ്വീകരിച്ചത്. ഇപ്പൊ നിലവിൽ തന്നെ സമയപരിധി കഴിഞ്ഞ കമ്പനികളില്ലേ, അങ്ങനെ പറയുന്നതിൽ നമുക്ക് എന്താ തടസ്സം? ഇന്ന റീച്ചിൽ അല്ല, അതൊക്കെ ഒന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല റീച്ചുകൾ. അതുകൊണ്ടാണ് കരാറുകാരെ കൂടി വിളിക്കുന്നത്. കരാറുകാരെ കൂടി ഇവിടെ വിളിപ്പിക്കുക. പ്രധാന ഉദ്യോഗസ്ഥർ, കരാറുകാർ, കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി, ചീഫ് സെക്രട്ടറി എല്ലാവരും കൂടി യോഗം കൊടുക്കും. മിനിസ്റ്റർ, നാളെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുന്നുണ്ടോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദിക്കും. അല്ല, ഇന്നിപ്പോ അമിത്ഷാനെ കണ്ടതിലേക്ക് ഒരു അപ്ഡേറ്റ് എപ്പോൾ എങ്ങനെ കിട്ടും? സംസ്ഥാന മുഖ്യമന്ത്രി രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിനെ കണ്ടപ്പോൾ അതിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നാൽ നല്ല കാര്യമല്ലേ? അത് അല്ല, ഞാനത് സംസാരിച്ചിട്ടില്ല. അത് അറിയിക്കായിരിക്കില്ല. ഇത് പൊളിച്ചു കാണാൻ വേറെ സ്വകാര്യ കാര്യമൊന്നുമല്ലല്ലോ സംസാരിക്കുന്നു. മിനിസ്റ്റർ, ഒരു MLA നല്ലൊരു ചോദിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് നിയമസഭയില് ബോഡി ഷെയ്മിങ്, അതുപോലെ തന്നെ വികലാംഗരൊക്കെ പറഞ്ഞ സാധനങ്ങൾ എന്താ? അല്ല, അതൊരു MLA നടന്ന സംഭവം. എന്താണ് താങ്കളുടെ അതൊക്കെ അവിടെ പാർലമെന്റ് മന്ത്രി അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ നിയമസഭയിൽ. നന്നായി കാര്യങ്ങൾ സംസാരിച്ചു. പ്രതിപക്ഷം നിലവിട്ട് പെരുമാറുന്നുണ്ട് ഈ വാച്ചർമാരുടെ മർദ്ദിക്കാൻ. ഇപ്പൊ നമ്മള് ഒരു ഉദ്യോഗസ്ഥനെ എത്തിക്കൊണ്ട് വയനാടിന് വേണ്ടി പ്രത്യേകം വല്ല ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ടൂറിസം മന്ത്രിയെ കണ്ടപ്പോൾ വയനാടുമായിട്ട് ബന്ധപ്പെട്ട് അതെ, വയനാടിനെ പൊതുവെ സംസാരിച്ചു. വയനാടിനെ കുറിച്ച് പ്രത്യേകം സംസാരിച്ചു. ടൂറിസം എന്നുള്ള നിലയ്ക്ക് മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും പുനർനിർമ്മാണ പുനരധിവാസ വിഷയങ്ങളും? ഏത്? ആരോട്? വയനാട്ടിലെ ടൂറിസം. എന്നാ പിന്നെ എല്ലാരും സുഖം തന്നെയാണ് കരുതുന്നത്. അപ്പൊ നമ്മളിപ്പോ 4-4.5 കൊല്ലാവാൻ വേണ്ടി പോകുന്നു. പൊതുവെ ഇവിടെ ആണെങ്കിലും നിങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് അറിയുന്നവരാണ് ഒരുവിധം എല്ലാവരും. നല്ല പിന്തുണയാണ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പിനുള്ള തന്നിട്ടുള്ളത്. തുടർന്ന് ഇനിയുള്ള കുറച്ചു കാലം അതിന്റെ റിസൾട്ട് ഒന്നും കൂടി വരാൻ വേണ്ടി പോവുകയാണ്. പല കാര്യത്തിലും ഈ 2 വകുപ്പിലും ചില റിസൾട്ടുകൾ, പ്രധാനപ്പെട്ട റിസൾട്ടുകൾ വരികയാണ്. അപ്പൊ അതിന് നിങ്ങളുടെ പിന്തുണ ഇതുവരെ നൽകിയതുപോലെ പിന്തുണ അഭ്യർത്ഥിക്കാം. ഓക്കെ.
ഒരു കാര്യം കൂടി, തുരങ്കപാത സംബന്ധിച്ചിട്ട് PWD ആണല്ലോ നടത്തുന്നത്, സാറിന്റെ വകുപ്പാണല്ലോ. അപ്പൊ തുരങ്കപാതയെ സംബന്ധിച്ച് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി എപ്പോഴാണ്? അത് അതിന്റെ ടൈമിൽ അതിന്റെ ടൈം ഞാൻ തരാം, കൃത്യമായി അതിന്റെ ഫുൾ തരാം. താങ്ക് യു. എന്തോ പറഞ്ഞില്ല.